പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരുപാട് വിവാദങ്ങൾ നിൽക്കുന്നുണ്ട്, കേട്ടിട്ടുണ്ടായിരുന്നോ? ഉണ്ട്, കേട്ടെന്ന് മാത്രമല്ല, ഞാൻ വിശദമായിട്ട് പഠിക്കാനിടയിൽ പൃഥ്വിരാജ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ എനിക്ക് പേഴ്സണലായിട്ട് ഒരു നിരീശ്വരവാദിയെന്ന് മാത്രമല്ല, നിരീശ്വരവാദമാണെന്ന് ഞാൻ ദൈവവിശ്വാസി അല്ലെന്ന് മനുഷ്യൻ ബോധ്യപ്പെടുന്ന നിർബന്ധമുള്ള ഒരു നാണംകെട്ട സ്വഭാവം. താങ്കൾ ഏത് മാനസിക രോഗ ആശുപത്രിയിൽ നിറങ്ങി വന്നു എന്നാണ് കുരുവിള ചോദിക്കുന്നത്. വേഗം മറുപടി, എനിക്ക് മറ്റതിലേക്ക് പോകണം. അല്ല, അങ്ങനെ ആകാൻ പാടില്ല. അയാളുടെ തള്ളം കണക്കാ. അത് പൃഥ്വിരാജ് ഒരിക്കലും അങ്ങനെ പോകാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അയാള് നല്ലൊരു കലാകാരൻ എന്ന നിലയിൽ ജനം ഇഷ്ടപ്പെടുന്നു. അവരെ കൊണ്ട് ഇപ്പോൾ വലിയ ആവശ്യമൊന്നുമില്ലല്ലോ. അയാൾ എന്നെ ഈ കുളത്തരം കാണിക്കും. ഞാൻ ഈ ചാനലിലായതുകൊണ്ട് അല്ലെങ്കിൽ തന്തയ്ക്ക് പറയും, സംശയം വേണം. ചാനലായതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല. ഉപദേശം കൊള്ളാൻ വർമ്മ സാറേ, പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. തന്റെ തന്തയല്ല, എന്റെ തന്ത. ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. അത് കഴിഞ്ഞ് പൃഥ്വിരാജ് അത് ഷെയർ ചെയ്തു. അതല്ലാതെ വേറൊരു രീതിയിലുള്ള പ്രതികരണവും പൃഥ്വിരാജ് എന്ന് പറയുന്ന ഈ സിനിമയുടെ സംവിധായകന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. കാരണം നമുക്ക് പൃഥ്വിരാജിനെ അറിയാം, എല്ലാ വിഷയങ്ങളിലും പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ ഈ വിഷയത്തിൽ പൃഥ്വിരാജ് തുറന്നിട്ടില്ല എന്നുള്ളതാണ്. ഒരു നിരീശ്വരവാദി എന്ന് പറഞ്ഞാൽ യാതൊരു വിവരമില്ലാത്തവരെ മാറും, പറഞ്ഞിട്ട് കാര്യം. അത് കഴിഞ്ഞിട്ട് പിന്നെ അതും ഇല്ലാന്ന് കണ്ടപ്പോൾ ഇയാൾ ചോദിക്കുകയാണ് ഹാൻഡ് ജോബ്. ഈ വയസ്സ് കാലത്ത് നടക്കാൻ വയ്യ മര്യാദ. ഒരു കാരണവശാലും ഈ പടം ഈ രീതിയിൽ റിലീസ് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നാണ് എന്റെ വിശേഷം. ഇവിടെ വെറുതെ ഇരിക്കുന്നു, അതല്ലാതെ എന്താണ്? ഓടിപ്പോ അടിച്ചിന്റെ പൂട്ടൽ കളക്ക് ഞാൻ, പിന്നെ നീ എഴുന്നേറ്റ് കളിക്കണ്ട.